2 കോഫി. ഇവിടെ നല്ല ഹാംബർഗർ കിട്ടും. എനിക്ക് വേണ്ട. എനിക്ക് വേണം. ഹലോ, നല്ല 2 ഹാംബർഗർ. അല്ല, അപ്പു ഒരു മാസം എത്ര രൂപയായിരിക്കും വീട്ടിൽ നിന്ന്? എനിക്ക് അയക്കാറില്ല. പിന്നെ ബാങ്കിൽ അക്കൗണ്ടിലിട്ട്. ആഹാ, താ ഭാഗ്യവാനാണല്ലോട്. 1 കൊല്ലത്തേക്കുള്ള തുക മുഴുവൻ ബാങ്കിലിട്ടിരിക്ക? അങ്ങനെയൊന്നുമില്ല, കുറച്ച് രൂപ ഇട്ടിട്ടുണ്ട്. എന്നാലും എത്ര കാണും? അതെന്തിനാ അറിയുന്നേ? എന്റെ പൊന്നച്ചാ, എന്നെ ഒന്ന് സഹായിക്കും. കടക്കാർ മുമ്പിൽ കുനിഞ്ഞു കുനിഞ്ഞ് എനിക്ക് കൂലി വന്നു കഴിഞ്ഞു. കുറച്ച് എമൗണ്ട് എനിക്കൊന്ന് റൈസ് ചെയ്താ ചെറിയ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഞാൻ തിരിച്ചു തരാം. തനിക്ക് ആകെ കട എത്ര രൂപ വരും? എനിക്കെല്ലാം കൂടെ 10,000 രൂപ വരും. നോക്കാം, നീ കഴിക്ക്. ഞാൻ അങ്കിളിനോട് ചോദിച്ചിട്ട് പറയാം. ഇതെന്റെ ഫ്രണ്ട്സ് രേഖ, ഹലോ. ഇതെന്റെ കസിൻ ആപ്സ്. സോറി അപ്പു. ഞാൻ തോമാച്ചൻ. കറക്കം തുടങ്ങിയില്ലേ? അല്ല, ക്ലാസ് ഇല്ല. ഇന്ന് പോട്ടെ, അടുത്തൊരു ക്ലാസ് ഉണ്ട്. ബൈ 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 ബൈ. എപ്പോഴും അതെ, പരിചയപ്പെടാൻ കൊണ്ട് മാറിക്കഴിയുമ്പോ കുന്തങ്ങൾ ഒരു ചിരി. ഇവിടെ അങ്ങോട്ട് ചിരിച്ചിട്ട് പോലെന്താ? വൻ പഠിത്തമാണല്ലോ. അങ്ങനെയൊന്നുമില്ല. ലൈബ്രറി ബുക്ക് നാളെ റിട്ടേൺ ചെയ്യണം. കുറച്ച് നോട്ട്സ് കുറിക്കായിരുന്നു. തനിക്ക് അമിതാഭിന്റെ ചായ ഉണ്ടെന്ന പൊതുജന സംസാരം. എന്നാര് പറഞ്ഞു? എന്റെ ഫ്രണ്ട്സ്, അവരുടെ എല്ലാവരുടെ ഏക അഭിപ്രായം താൻ വളരെ ഹാൻഡ്സം ആണെന്നാ. എനിക്കങ്ങനെ വലിയ അഭിപ്രായമൊന്നുമില്ല. ആ, ഞാൻ പറയാൻ വന്നത് അവളുമാരുടെ വിചാരം ഞാനും താനും തമ്മിൽ ഏതാണ്ടൊക്കെയാണെന്നാ. എന്നുവെച്ചാ നമ്മൾ തമ്മിലൊരു ലൈനാണെന്ന്. മനസ്സിലായില്ല? ഞാനും താനും തമ്മിൽ പ്രേമമാണെന്ന് മനസ്സിലായോ? എനിക്കങ്ങനെയൊന്നുമില്ല. എനിക്കുമില്ല. പിന്നെ ഞാൻ എതിർക്കാൻ പോയില്ല. അതങ്ങനെ പെൻഡിങ് കിടക്കട്ടെ എന്ന് വെച്ചു. അതെന്തിനാ അങ്ങനെ വെച്ചത്? താൻ വേക്കന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാ അവളുമാർ ഓരോരുത്തർ എഴുത്തുമായി പുറകെ വരും. എനിക്ക് ജോലിയാവും. മാത്രമല്ല, അവളുമാരുടെ ഹീറോ എന്റെ കസ്റ്റഡിയിലാണെന്നുള്ളത് എനിക്കൊരു പ്രസ്റ്റീജ് കൂടിയാണ്. എനിക്കിതൊന്നും ഇഷ്ടമല്ല പ്രിയ. ഇഷ്ടപ്പെടണ്ട. തനിക്ക് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തൂടെ? എങ്ങനെ? ഇനി ഫ്രണ്ട്സുമായി റോഡിൽ വെച്ചോ സ്നാക്ക് ബാറിൽ വെച്ചോ കാണുമ്പോ ഒന്ന് അടുത്ത് പെരുമാറിയേക്കണം. അറിയാവില്ല അതിന്റെ ഒരു രീതി. ആ, ഇതുപോലെ ചിരിച്ച് ഏറ്റല്ലോ. എന്നെ ചമ്മിക്കല്ലേ? ആ, നീ അവിടെ എന്തെടുക്കായിരുന്നു? ഞാൻ വെറുതെ അപ്പുവിന്റെ അടുത്ത് സംസാരിക്കായിരുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തോമാച്ചൻ. എക്സാക്ട്ലി. അപ്പു ഇല്ലേ? ഉണ്ടല്ലോ. തോമാച്ചൻ. ബൈ ബൈ. എന്താ തോമച്ച, വീടെങ്ങനെ കണ്ടുപിടിച്ചു? എന്റെ പൊന്നച്ചാ, ഞാൻ ആവശ്യക്കാരനല്ലേ. എന്താവശ്യം? മറന്നോ? ഞാൻ ഇന്നലെ ചോദിച്ചത് ഒരു എമൗണ്ട് റേസ് ചെയ്യുന്ന കാര്യം. ഓ, അതിന്ന് തന്നെ വേണോ? പിന്നെ ഇല്ലേ, സ്വാമി എന്നെ കൊന്ന് കൊല വിളിക്കും. ഇന്നലെ ഞാൻ അങ്കിളിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇരിക്കൂ, ഞാനിപ്പോ വരാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മിസ്സിസ് അങ്കിളായിരിക്കും. ഞാൻ അപ്പുവിന്റെ ഫ്രണ്ടാണ്, തോമാച്ചൻ. അപ്പുവിനെ കണ്ടു. അപ്പു അകത്തേക്ക് പോയിരിക്കാം. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. തോമാച്ചൻ വാ.
ഇരിക്കെ. അല്ല, ഞാൻ വന്ന കാര്യം ആ അപ്പു പറഞ്ഞു. തോമാച്ചൻ. ആ തോമാച്ചന് ഇത്ര പെട്ടെന്ന് 1000 രൂപയുടെ ആവശ്യം? ഇൻസ്റ്റിറ്റ്യൂട്ട് തുറന്നല്ലേ ഉള്ളൂ, അതിനു മുമ്പ് 1000 രൂപ കടം വന്നു? അല്ല, ഇത് കഴിഞ്ഞ കൊല്ലത്തെ കടവാ. എങ്ങനെ ഇത്രയധികം രൂപ കടം വന്നു? സത്യം പറയണോ? കള്ളം പറയുന്നതിലും ഭേദം അതല്ലേ. എന്റെ അങ്കിളെ, കഴിഞ്ഞ കൊല്ലം തുടക്കത്തിൽ വന്ന മോഡിൽ ഒരു പഞ്ചാബി പിണായ ലോഹ്യത്തിലായി. അവളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ ഒരു പാന്റും ഷർട്ടും കൂടുതലായി വാങ്ങിച്ചു. 300 രൂപ മാർക്കറ്റിയെ. പിന്നെ അവിടുന്ന് 50 100 ഒക്കെ വാങ്ങിച്ച് അവൾക്ക് ഐസ്ക്രീമും പോപ്കോണും സിനിമ ടിക്കറ്റും ഒക്കെ വാങ്ങിച്ച് 700 രൂപ കൂടി മാറി കിട്ടിയപ്പോ അവൾ അങ്ങ് ലൂധിയാനയ്ക്കും പോയി. എനിക്ക് മൊത്തം 1000 രൂപ കടവായി. എന്നെ അവളങ്ങ് തെണ്ടിച്ചു. രൂപ അപ്പുന്റെയാണ്. എങ്കിലും അവനെ ഒരാൾ കളിപ്പിക്കുന്നത്. എന്നെ കണ്ട ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലേ? ഏയ് അതല്ല. ഈയിടെ പലരും എന്നോട് പറഞ്ഞു എനിക്കൊരു ഫ്രോഡ് ലുക്ക് ഉണ്ടെന്ന്. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടാങ്ങളെ, കടക്കാരെ വെട്ടിച്ച് പാത്തും പതുങ്ങി നടന്ന് ഞാൻ ഇങ്ങനെ ആയിപ്പോയി. തോമാച്ചന് 1000 രൂപ തന്നാ എങ്ങനെ തിരിച്ചു തരും? എനിക്ക് സ്കോളർഷിപ്പ് കിട്ടും. കഴിഞ്ഞ കൊല്ലം റാങ്ക് ഉണ്ട്. അക്കാര്യം ഞാൻ വീട്ടിൽ അറിയിച്ചിട്ടില്ല. അത് കിട്ടിയാലോ തിരിച്ചു തരാം. ശരി, ബാങ്കിൽ നിന്ന് എടുത്തു കൊടുത്തേരെ. തോമാച്ചോ, എന്തോ? നമ്മളെ ഇനിയും കാണേണ്ടിവരാ. അയ്യോ, അത് ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങി. എന്നാ ഞങ്ങളങ്ങോട്ട്. ഒന്ന് ചിരിക്കപ്പോ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, പ്ലീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. അവൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ആ ഉണ്ട്. എന്റെ ബാഗില് ചോക്ലേറ്റ് ഉണ്ട്, അതെടുത്തേ. എന്റെ ബാഗില്. താങ്ക്സ്. ഒന്ന് എനിക്കിതാ. താങ്ക് യു. ബൈ ബൈ. ബൈ. കേറടോ. അപ്പോ നാളെ ഞായറാഴ്ച ഓർമ്മയുണ്ടല്ലോ. നാളെ സൗദൂന് കംപ്ലീറ്റ് റെസ്റ്റ്. നീ അങ്ങോട്ടെങ്ങാനും വന്നാവുണ്ടല്ലോ. നാളെ ഞാനും അപ്പുക്കുട്ടനും കൂടാണ് അടുക്കള അഭ്യാസം. തനിക്ക് യാതൊരു വൃത്തിയില്ലല്ലോ സാറേ. എന്ത് പറ്റി? ഒരാഴ്ചയായ അണ്ടർവെയർ ഉൾപ്പെടെയുള്ള എല്ലാ തുണികളും തന്റെ മുറിയുടെ മൂലയിൽ കൂട്ടിയിട്ടിരിക്കായിരുന്നു. പാവം പ്രിയക്കുട്ടി എല്ലാം എടുത്ത് കഴുകി, കണ്ടില്ലേ? എന്നിട്ട് 2 തടിയന്മാരും കൂടെ